നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടോ ഇയാള് ഇന്ന് ഇനി എണീക്കടോ, എണീക്കാൻ കൊള്ളനാ. എന്താ എന്താ ഇത്? വിടന്നേ. കാണിക്കുന്നത് വിടന്ന്. ആരെങ്കിലും ഒന്ന് പിടിച്ച് മാറ്റി വരെ. ശ്യാമയുടെ കാമുകനാ. എന്തൊക്കെയാ ഈ പറയുന്നേ? കാമുകൻ. ജയിക്കാൻ ഒരു യോഗ്യതയും ശ്യാമക്കില്ല. ഇയാള് മനഃപൂർവ്വം ജയിപ്പിച്ചതാ. ഒന്ന് പിടിച്ചു മാറ്റേ. മനഃപൂർവ്വം ശ്യാമയെ ജയിപ്പിച്ചതാ ഇയാള്. എന്തൊക്കെയായി പറയുന്നേ? എന്താ ഇത്? സത്യം പറയടോ, താൻ ഇവിടെ ജയിപ്പിച്ചതല്ലേ? എന്തേ കാണിക്കുന്നേ? എന്താ ഇത്? എന്തേ കാണിക്കുന്നേ? ആരെങ്കിലും ഒന്ന് പിടിച്ച് മാറ്റി വരെ. അവിടെ തന്നെ മയക്കി എടുത്തതല്ലേ? താൻ ഉത്തരം പറയുന്നൊന്നും എനിക്കറിയില്ല. എന്താ ഇത്? പറയടോ. പ്ലീസ് മാന്യമായി സംസാരിക്കും. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്ന് പോ ഇവരെ. പിടിച്ചു മാറ്റൂ. ആരെങ്കിലും ഒന്നൊന്ന് പിടിച്ചു മാറ്റാൻ. അവളുടെ എന്തേ കാണിക്കുന്നേ? എടാ ശ്യാമയുടെ കാമുക. എടാ കള്ള കാമുക. അനാവശ്യം പറയരുത്. നിന്നെ പിന്നെ കണ്ടോളാം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിന്നെ ഞാൻ എടുത്തോളാം. എടാ കള്ള കാമുക. നോക്ക് സാർ, ഇത് മദ്യമോ കഞ്ചാവോ എന്തോ ആണെന്ന് തോന്നുന്നു. ആരാലേ എനിക്ക് ID കാർഡും ടാഗും കൊടുത്തേ? രാധികയല്ലേ പ്രോഗ്രാം കോർഡിനേറ്റർ? രാധിക അറിയാതെ ഇത് നടക്കില്ലല്ലോ. സോറി മാഡം, ഒരു അബദ്ധം പറ്റിയതാ. വലിയ തെറ്റാ താൻ ചെയ്തിരിക്കുന്നേ. ശരി ശരി, പ്രോഗ്രാം കഴിയട്ടെ, എന്നിട്ട് എന്താ വേണ്ടേ നോക്കാം. അവര് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാനും തുടക്കം മുതൽ ശ്രദ്ധിക്കുന്നതാ. വ്യക്തമായൊരടുപ്പം ആ GK സാറിന് ശ്യാമയോടുണ്ട്. വെറുതെ ആരെങ്കിലും അങ്ങനെ പറയുവോ? ശ്യാമയെ രക്ഷിക്കാനാ GK സാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരി ശരി, അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇപ്പൊ എന്തായാലും പ്രോഗ്രാം നടക്കട്ടെ. സർ പ്ലീസ് ഇരിക്കും, പ്ലീസ്. ഓക്കെ രാധിക വാ. ശ്യാമേ, നീ അങ്ങനെ വെറുതെ ജയിച്ച് ഫൈനലിൽ എത്തില്ല. നോക്കിക്കോ. ഇന്ന് ഞാനാ മുത്തശ്ശിക്ക് വിളമ്പിത്തരുന്നേ. ആരും എനിക്ക് വിളമ്പി തരുമൊന്നും വേണ്ട. എനിക്ക് എടുത്തു കഴിക്കാൻ അറിയാം. മുത്തശ്ശിക്ക് ഞാൻ വിളമ്പിത്തരും, നോക്കിക്കോ. വസുവിനെ ശ്രീകുട്ടി ഇപ്പൊ മുത്തശ്ശി എന്നാണ് വിളിക്കുന്നത് അല്ലേ? എന്താ ഏതാന്ന് ആർക്കാ വിളിക്കാൻ പറ്റാത്തെ?
നീ ചെല്ല്, അപ്പുറത്ത് പോയിരുന്ന് കളിക്കും. മുത്തശ്ശി കഴിച്ചിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കളിക്കാം. പോനാ പറഞ്ഞ. ഈ മുത്തശ്ശിയുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോ നല്ല സ്നേഹം, ചിലപ്പോ ദേഷ്യം. എന്ത് മുത്തശ്ശി ഇത്? നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? ഞാൻ അപ്പുറത്തേക്ക് പോവാ. ഇനി മുത്തശ്ശിക്ക് എന്നോട് സ്നേഹം തുടങ്ങിയിട്ട് തിരിച്ചു വരാം. അല്ലേ, മനുഷ്യന് ഒരു സമയം സ്വസ്ഥത തരില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? അല്ല അമ്മേ, ഇപ്പോ ശ്രീകുട്ടിയുടെ പനി കുറഞ്ഞു. ഇനി നാളെ രാവിലെ തന്നെ ഞാനും അമൃതയും ശ്രീകുട്ടി കൊണ്ടുപോവാം. എവിടേക്ക്? അല്ല, നമ്മളന്ന് ഏർപ്പാടാക്കിയ എന്റെ ഫ്രണ്ടിന്റെ വീടില്ലേ, അവിടേക്ക്. പിന്നെ സാവകാശം ഉണ്ടല്ലോ, നമുക്ക് എന്താ വേണമെന്ന് തീരുമാനിക്കാം. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ, അതൊന്നും ശരിയാവില്ല. അല്ല, ഞാൻ ഫ്രണ്ടിനോട് വാക്ക് പറഞ്ഞു പോയതാ. പോലീസും പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞല്ലേ, അതൊക്കെ റിസ്കാ. ഓ, അക്കാര്യങ്ങളെല്ലാം നമ്മുടെ ജേക്കബില്ലേ, നമ്മുടെ DYSP, അവനോട് സംസാരിച്ചു. അവൻ പറഞ്ഞത് കുഞ്ഞിനെ മാറ്റി പാർപ്പിക്കാൻ സർക്കാർ സംവിധാനം ഉണ്ടെന്നാ. ആ, അതിന് ചെറിയ ഫോർമാലിറ്റീസേ ഉള്ളൂ, റിസ്ക്കും കുറവാ. ഏയ്, അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവത്ത? അതി, നീ ഇപ്പൊ തന്നെ ജേക്കബിനെ വിളിക്കും. ഒന്നും വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ. എന്നാലും ബസ്സു ആവശ്യപ്പെട്ടതല്ലേ, അതെന്തായാലും നടക്കണം. അതെ, നീ ഉടനെ വേണ്ടത് ചെയ്യ്. ബസ്സു, നീ എന്ത് ഭക്ഷണം കഴിക്കുന്നില്ലേ? മതി, എനിക്ക് തൃപ്തിയായി. അമ്മേ, അല്ല, ആദിക്കും അനന്തേട്ടനും ആ കുഞ്ഞിനെ ഇവിടുന്ന് മാറ്റുന്നതല്ലേ അത്യാവശ്യ കാര്യം. ആദ്യം അത് നടക്കട്ടെ, പിന്നെ മതി എന്റെ ഭക്ഷണം. അമ്മേ. അല്ല പിന്നെ അമ്മ ഒന്നും കഴിക്കാതെ പോയതച്ചാ. ഞാൻ വിളിക്കാച്ച. ഒന്നും വേണ്ട, വെറുതെ ആ കുഞ്ഞിനെ മാറ്റുന്ന സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനാ. ഞാൻ പിന്നെ പറഞ്ഞു കഴിപ്പിച്ചോളാം. അച്ഛാ, കണ്ടില്ലേ, അമ്മയ്ക്കിപ്പോ ശ്രീകുട്ടിയെ പിരിയാൻ വയ്യ. അത് തുറന്നു പറയുന്ന നാണക്കേട്, അതിനായി ദേഷ്യമില്ല കാണിക്കുന്നത്. എല്ലാം നല്ലതിനാ. പക്ഷേ ഐശ്വര്യ അറിഞ്ഞു സത്യം അറിഞ്ഞാൽ അതെപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.